Hi all, good morning. So today we can start with a new topic, that is cardiac output. So far we have finished about the structure of our heart conducting system, cardiac cycle, heart sounds, ECG. So today we can start with a new topic, that is cardiac output. So what do you mean by cardiac output? That is, it is the amount of blood pumped by each ventricle per minute. That is called the cardiac output. It is the definition of cardiac output. That is amount of blood pumped by each ventricle per minute is called the cardiac output. Okay. അപ്പോൾ ഒരു മിനിറ്റിൽ നമ്മുടെ വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഏതിലൂടെ പമ്പ് ചെയ്യണേ? നമ്മുടെ അയോട്ട വഴി. ഓക്കെ, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് അയോട്ട വഴി പമ്പ് ചെയ്ത ബ്ലഡിനെയാണ് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ per minute is called the cardiac output. Okay, and the normal cardiac output is 5 liter per minute. That is the normal cardiac output. Okay, അപ്പോൾ പെർ മിനിറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആണ് 5 ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, ആൻഡ് ദ കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഇതാണ് കാർഡിയക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഓക്കെ, so next we can see the stroke volume. So stroke volume means the amount of blood pumped by each ventricle per beat is called the stroke volume. Per beat നമ്മുടെ വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിനെയാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞത്. ഓക്കെ, പെർ മിനിറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡിനെയാണ് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് കാർഡിയക് ഔട്ട്പുട്ട്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ് ഈസ് കോൾഡ് ദ കാർഡിയക് ഔട്ട്പുട്ട്. And stroke volume, that is the amount of blood pumped by each ventricle per beat. ഓരോ ബീറ്റിലും നമ്മുടെ വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിനെയാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. നമ്മൾ അയോട്ട വഴി ഓരോ ബീറ്റിലും വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ്, ദാറ്റ് ഈസ് ദ സ്ട്രോക്ക് വോളിയം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഡയസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം ആൻഡ് എൻഡ് സിസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം. ഓക്കെ, അപ്പോൾ സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ end diastolic ventricular volume and end systolic ventricular volume. Okay, it is a difference between the end diastolic ventricular volume and end systolic ventricular volume. അപ്പോൾ end diastolic ventricular volume എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡയസ്റ്റോളിന്റെ അവസാനം. ഓക്കെ, അപ്പോൾ ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ഹാർട്ടിൽ ബ്ലഡ് വന്ന് നിറയുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ വെൻട്രിക്കിൾസിനകത്ത് ബ്ലഡ് വന്ന് നിറയുന്നത്. നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ നടന്ന് ഏട്രിയത്തിലുള്ള ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് വെൻട്രിക്കിളിൽ ബ്ലഡ് വന്ന് നിറയണത്. അങ്ങനെ വെൻട്രിക്കിളിൽ ബ്ലഡ് വന്ന് നിറഞ്ഞ് അത് ഫുൾ ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന വോളിയത്തിനെ നമ്മൾ എൻഡ് ഡയസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം എന്ന് പറഞ്ഞത്. ആൻഡ് എൻഡ് സിസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റോൾ കഴിഞ്ഞ് വെൻട്രിക്കിളിന്റെ സിസ്റ്റോൾ കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് വെൻട്രിക്കിളിലെ ബ്ലഡ് നമ്മുടെ അയോട്ടയിലേക്ക് പമ്പ് ചെയ്തതിന് ശേഷം, അയോട്ടയിലേക്കും പൾമണറി ആർട്ടറിയിലേക്കും പമ്പ് ചെയ്തതിന് ശേഷം നമ്മളെ വെൻട്രിക്കിള് അവശേഷിക്കുന്ന ബ്ലഡിനെയാണ് നമ്മൾ എൻഡ് സിസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ട്രോക്ക് വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഡയസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം ആൻഡ് എൻഡ് സിസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കാര്യം കേട്ടോ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഡയസ്റ്റോളിക് വെൻട്രിക്കുലർ ലെഫ്റ്റ് വെൻട്രിക്കുലർ വോളിയം ആൻഡ് എൻഡ് സിസ്റ്റോളിക് ലെഫ്റ്റ് വെൻട്രിക്കുലർ വോളിയം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയോട്ടയിലൂടെ പുറത്തേക്ക് പോകുന്ന ബ്ലഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കാര്യം പറയാം. കാരണം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് ഉള്ള അയോട്ടയിലേക്ക് പോകുന്നത്. ഓക്കെ, so that is the stroke volume. Next we can see the cardiac index. Cardiac index is the cardiac output per minute per square meter body surface area and is approximately 3.5 liter per minute per meter square. ഇത് നമുക്ക് എക്സാമിന് എസ്സേയുടെ കൂടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഡിഫൈൻ കാർഡിയക് ഔട്ട്പുട്ട്, ഡിഫൈൻ കാർഡിയക് ഇൻഡെക്സ് ഇങ്ങനെ പറഞ്ഞ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ കാർഡിയക് ഔട്ട്പുട്ട് എസ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയക് ഔട്ട്പുട്ടിന്റെ ഡെഫിനേഷൻ എഴുതണം, നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എഴുതണം,
പിന്നെ കാർഡിയക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ദാറ്റ് ഈസ് കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഓക്കെ, സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ എന്താ? That is, it is the amount of blood pumped by each ventricle per beat is called the stroke volume, and it is the difference between the end diastolic ventricular volume and end systolic ventricular volume. Next, we can see the measurement of cardiac output. Cardiac output നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. Okay, so it is estimated by using the Fick's principle, that is cardiac output is equal to oxygen consumption in ml per minute, that is equal to 250 ml per minute divided by arterial oxygen minus venous oxygen ml per minute, that is 190 ml per liter minus 140 ml per liter, that is equal to 5 liters. So the normal cardiac output is 5 liters. ഇതാണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ മെഷർമെന്റ് ഓഫ് കാർഡിയക് ഔട്ട്പുട്ടും ചോദിക്കാറുണ്ട്. Next, we can see the factors that is affecting the cardiac output. Cardiac output affect ചെയ്യുന്ന factors എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഫാക്ടേഴ്സുകളാണ് stroke volume and heart rate. Okay, stroke volume and heart rate. And this stroke volume, it is regulated by two mechanisms, that is heterometric regulation and homometric regulation. അപ്പോൾ stroke volume റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് മെക്കാനിസംസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹെട്രോമെട്രിക് റെഗുലേഷൻ ആൻഡ് ഹോമോമെട്രിക് റെഗുലേഷൻ. ഹെട്രോമെട്രിക് റെഗുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെട്രോമെട്രിക് എന്ന് ഉദ്ദേശിക്കുന്ന ലെങ്ത് ആണ്. ഓക്കെ, ഹാർട്ടിന്റെ മസിലിന്റെ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനാണ് ഉദ്ദേശിക്കുന്നത് ഹെട്രോമെട്രിക്. മെട്രിക് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ലെങ്ത് ആണ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത് ഹെട്രോമെട്രിക് റെഗുലേഷൻ. ഹെട്രോമെട്രിക് റെഗുലേഷനിൽ വരുന്നതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് വെച്ചാൽ എന്താ? ഹാർട്ട് റിലാക്സ് ചെയ്ത് നമ്മുടെ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ വെൻട്രിക്കിളിൽ വന്ന് നിറയുന്ന ബ്ലഡ്, ടോട്ടൽ ബ്ലഡ്. ഓക്കെ, അതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. ആൻഡ് ദിസ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഇറ്റ് ഈസ് ദ പ്രീലോഡ്. എൻഡ് ഡയസ്റ്റോളിക് വോളിയത്തിനെയാണ് നമ്മൾ പ്രീലോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് രണ്ട് ലോഡുകൾ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് പ്രീലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ്. അതിനകത്ത് എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഇസ് ദ പ്രീലോഡ്. കാരണം ഈ എൻഡ് ഡയസ്റ്റോളിക് വോളിയം ആണല്ലോ നമ്മുടെ അയോട്ടയിലേക്ക് നമ്മൾ പമ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അയോട്ടയിലേക്ക് നമ്മൾ കടത്തി വിടുന്നത്, അതുകൊണ്ടാണ് അതിനെ പ്രീലോഡ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ പ്രീലോഡ്. എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഇസ് ദ പ്രീലോഡ് ആൻഡ് അയോട്ടിക് ഇംപിഡൻസ് ഇസ് ദ ആഫ്റ്റർ ലോഡ്. അയോട്ടിക് ഇംപിഡൻസിനെയാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്, ദാറ്റ് ഈസ് preload and afterload. That is, end diastolic volume is the preload and aortic impedance is the afterload on the heart. So that is the heterometric regulation. In homometric regulation, it includes the neural and chemical factors. Neural factors and chemical factors നമ്മുടെ cardiac output നെ affect ചെയ്യുന്ന neural and chemical factors ആണ് homometric regulation വരുന്നത്. അപ്പോൾ നമ്മുടെ stroke വോളിയത്തിന്റെ regulation mainly two mechanisms വഴിയാണ്. First one is heterometric regulation, second one is homometric regulation. അതിനകത്ത് heterometric regulation വരുന്നതാണ് end diastolic volume, aortic impedance. ഓക്കെ, അതിനകത്ത് end diastolic വോളിയത്തിനെയാണ് നമ്മൾ പ്രീലോഡ് എന്നും അയോട്ടിക് ഇംപിഡൻസിനെയാണ് നമ്മൾ ആഫ്റ്റർ ലോഡ് എന്നും പറയുന്നത്. Next, we can move on to the end diastolic volume. That is the amount of blood in each ventricle at the end of diastole is called the end diastolic volume. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയസ്റ്റോളിന്റെ അവസാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡിയക് സൈക്കിളിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, ഡയസ്റ്റോളിക് ഫേസസ് ഒക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പോ ഡയസ്റ്റോളിന്റെ അവസാനം നമ്മുടെ മീൻസ് ഡയസ്റ്റോളിന്റെ എൻഡ് ഫേസിൽ നമ്മുടെ വെൻട്രിക്കിളിൽ അവശേഷിക്കുന്ന ബ്ലഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെൻട്രിക്കിളിൽ എന്തോരം ബ്ലഡ് ആണോ ഡയസ്റ്റോളിന്റെ അവസാനം ഉള്ളത് അതിനെയാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇൻ ഈച്ച് വെൻട്രിക്കിൾ അറ്റ് ദ എൻഡ് ഓഫ് ഡയസ്റ്റോൾ ഇസ് കോൾഡ് ദ എൻഡ് ഡയസ്റ്റോളിക് വോളിയം ആൻഡ് ദാറ്റ് ഈസ് ദ പ്രീലോഡ്. അതാണ് നമ്മുടെ പ്രീലോഡ്. ദാറ്റ് ഈസ് ദ ലോഡ് ഓപ്പറേറ്റ്സ് ഇൻ ദ ഹാർട്ട് ബിഫോർ ദ ബിഗിനിങ് ഓഫ് കൺട്രാക്ഷൻ. ഹാർട്ട് മീൻസ് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നതിന് മുന്നേ വെൻട്രിക്കിളിൽ എന്തോരം ബ്ലഡ് അല്ലെങ്കിൽ എന്തോരം ലോഡ് ഉണ്ടോ അതിനെയാണ് നമ്മുടെ എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രീലോഡ്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഫ്രാങ്ക് സ്റ്റാർലിങ്സ് ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രാങ്ക് സ്റ്റാർലിങ്സ് ലോ.
That is, it states that the force of contraction of the heart is directly proportional to the end diastolic volume within the physiological limits. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, അപ്പോൾ വെൻട്രിക്കിൾ എന്തോരം കൺട്രാക്ട് ചെയ്യണം, എന്തോരം ഫോഴ്സിന് കൺട്രാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ എൻ ഡയസ്റ്റോളിക് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എൻ ഡയസ്റ്റോളിക് വോളിയം. ഓക്കെ, നമ്മുടെ പ്രീലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തോരം വെൻട്രിക്കിൾസ് എന്തോരം ഫോഴ്സിന് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കണം. ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ force of contraction of the heart is directly proportional to the end diastolic volume within the physiological limits. Okay, and when the end diastolic volume increases, the stroke volume also increases. End diastolic volume കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ stroke volume കൂടും. Stroke volume എന്ന് വെച്ചാൽ എന്താ, that is it is a difference between the end diastolic volume and end systolic volume. Okay, എന്ന് വെച്ചാൽ ഡയസ്റ്റോളിന്റെ അവസാനം നമ്മുടെ വെൻട്രിക്കിളിൽ എന്തോരം ബ്ലഡ് ഉണ്ടോ മൈനസ് എൻ സിസ്റ്റോളിക് വോളിയം. സിസ്റ്റോൾ കഴിഞ്ഞതിന് ശേഷം, സിസ്റ്റോള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് നമ്മുടെ വെൻട്രിക്കിൾസിലുള്ള ബ്ലഡ് അയോർട്ടയിലേക്കും പൾമണറി ആർട്ടറിയിലും പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെൻട്രിക്കിൾസിന്റെ അകത്ത് ഒരു കുറച്ച് ബ്ലഡ് അവശേഷിക്കും, ഒരു റെസിജ്വൽ ബ്ലഡ്, കുറച്ച് ബ്ലഡ്. ആ ബ്ലഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു 98% ബ്ലഡും പമ്പ് ചെയ്ത് വിടുന്നുണ്ട്, ബാക്കിത്തെ ഒരു 2% ബ്ലഡ് ആണ് നമ്മുടെ വെൻട്രിക്കിൾസിൽ അവശേഷിക്കുന്നത്. ആ ബ്ലഡ് ആണ് എൻ സിസ്റ്റോളിക് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എൻ ഡയസ്റ്റോളിക് സ്ട്രോക്ക് വോളിയം, ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻ ഡയസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം ആൻഡ് എൻ സിസ്റ്റോളിക് വെൻട്രിക്കുലർ വോളിയം. ഓക്കെ, അപ്പൊ നമ്മുടെ എൻ ഡയസ്റ്റോളിക് വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ സ്ട്രോക്ക് വോളിയം കൂടും. Next, we can see the factors that is affecting the end diastolic volume. End diastolic volume affect ചെയ്യുന്ന factors ഏതൊക്കെയാന്ന് നോക്കാം. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഫാക്ടർ ആണ്, മെയിൻ ഫാക്ടർ ആണ് venous return. Second one is the ventricular filling. Okay, so this is the venous return, ventricular filling. So factors, next we can see the factors that is affecting the venous return. Venous return affect ചെയ്യുന്ന factors ഏതൊക്കെയാന്ന് നോക്കാം. In that first one is skeletal muscle pump. Okay, so skeletal muscle pump ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, so when there is movement, അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മൂവ്മെന്റ്, എപ്പോഴാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്, ഇപ്പൊ നമ്മൾ നടക്കോ കിടക്കോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ പോലും നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു മൂവ്മെന്റ്, ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് കൈ ഒന്ന് ഫ്ലെക്സ് ചെയ്യണം അല്ലെങ്കിൽ കാലൊന്ന് ഫ്ലെക്സ് ചെയ്യണം. ഈ കാലും കൈയും ഫ്ലെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ഫ്ലെക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വെൻ ദർ ഈസ് മൂവ്മെന്റ് there is more skeletal muscle contraction. അപ്പോൾ മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്താണ്, മസിൽ കൺട്രാക്ഷൻ കൂടും, സ്കെൽറ്റൽ മസിൽ കൺട്രാക്ഷൻ കൂടും. അപ്പോൾ ഈ സ്കെൽറ്റൽ മസിൽസിന്റെ ഉള്ളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്, നമ്മുടെ ഈ വെയിൻസുകൾ കടന്നു പോകുന്നത്. ഓക്കെ, റിസൾട്ട് ഇൻ കംപ്രഷൻ ഓഫ് ദ ബ്ലഡ് വെസൽസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഈ ബ്ലഡ് വെസൽസും കൺട്രാക്ട് ആവും. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഈ കാണുന്നതാണ് ഇതാണ് നമ്മുടെ മസിൽസ്, സ്കെൽറ്റൽ മസിൽസ്. ഓക്കെ, ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കണ്ടോ, ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ ഇടയിലുള്ള ബ്ലഡ് വെസൽസും സ്ക്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ മസിൽസിന്റെ ഉള്ളിലാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് കാണുന്നത്, അതും അതിന്റെ കൂടെ എന്താ ചെയ്യുന്നത്, അതും സ്ക്യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ സ്ക്യൂസ്ഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ഇൻക്രീസസ് ദ വീനസ് റിട്ടേൺ. ഓക്കെ, ദിസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ വീനസ് റിട്ടേൺ. വീനസ് റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ ഹാർട്ടിലേക്ക് തിരിച്ചെത്തുന്ന ബ്ലഡിനെയാണ് വീനസ് റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ, നമുക്കറിയാം സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും വഴിയാണ് നമ്മുടെ ബ്ലഡ് എങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നത്, നമ്മുടെ ഏട്രിയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത്. സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും വഴിയാണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുന്നത്. അപ്പൊ ലോവർ പോർഷനിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ ട്രങ്കൽ റീജിയനിൽ നിന്നും തൊറാസിക് റീജിയനിൽ നിന്നും അബ്ഡോമൻ റീജിയനിൽ നിന്നും ഒക്കെ ഇൻഫീരിയർ വീനക്കാവ വഴിയും നമ്മുടെ ഹെഡിൽ നിന്നും പിന്നെ നെക്കിൽ നിന്നൊക്കെയുള്ള ബ്ലഡ് സുപ്പീരിയർ വീനക്കാവ വഴിയാണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ,
അങ്ങനെ തിരിച്ചെത്തുന്ന ബ്ലഡിനെയാണ് നമ്മൾ വീനസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ വീനസ് റിട്ടേൺ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഫാക്ടർ ഈസ് സ്കെൽറ്റൽ മസിൽ പമ്പ്. ദാറ്റ് ഈസ് വെൻ ദർ ഈസ് എനി മൂവ്മെന്റ് there will be more skeletal muscle contraction. As a result, there will be compression of the blood vessels. ഓക്കെ, മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ മസിൽസിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ബ്ലഡ് വെസൽസും കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വീനസ് റിട്ടേൺ കൂടും അല്ലേ? അത് ബ്ലഡ് വെസൽസ് കംപ്രസ്ഡ് ആവുമ്പോൾ, കൺട്രാക്റ്റഡ് ആവുമ്പോൾ മാത്രമാണ് ബ്ലഡ് ഫോർവേഡ് മുന്നോട്ട് പ്രൊപ്പൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ പ്രൊപ്പൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീനസ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ ദ വീനസ് ടോൺ. ഓക്കെ, അപ്പൊ വീനസ് റിട്ടേൺ അഫക്ട് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് വീനസ് ടോൺ. അപ്പൊ നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്? സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ടാക്കിയേക്കുന്നത്, ദാറ്റ് ഈസ് ദ വാൾസ് ഓഫ് ദ വെയിൻസ്, ദേ ആർ മേഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിന് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഉള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്ന് വെച്ചാൽ കൺട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ബ്ലഡ് വെസൽസിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺട്രാക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രിക്റ്റഡ് ബ്ലഡ് വെസൽസിന്റെ ലുമന്റെ ഡയമീറ്റർ കുറവായിരിക്കും. ഡയലേറ്റഡ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ലുമന്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. ഓക്കെ, സോ നമ്മള് ഈ ബ്ലഡ് വെസൽസിന്, ദാറ്റ് ഈസ് ബ്ലഡ് വെസൽസിന് എന്ത് പ്രോപ്പർട്ടി ആണുള്ളത്? ബ്ലഡ് വെസൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് കൺസ്ട്രക്ട് ചെയ്യാനും ഡൈലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ആൻഡ് ദിസ് കൺസ്ട്രക്ഷൻ ഡൈലേഷൻ പ്ലേസ് an important role in propelling the blood back to the heart. അപ്പോൾ നമ്മുടെ ബ്ലഡിനെ ഫോർവേഡ് ആയിട്ട് പ്രൊപ്പൽ ചെയ്യാനായിട്ട് ഈ പ്രോപ്പർട്ടീസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ലാർജ് വെയിൻ, ഓക്കെ, നമ്മുടെ കാലിലൊക്കെ ഉള്ള നമ്മുടെ ലാർജ് വെയിൻസുകൾ, ദിസ് ലാർജ് വെയിൻ ഇറ്റ് ആക്ട് ആസ് ബ്ലഡ് റിസർവോയർ. ഇതൊരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ബൈ അക്കോമഡേറ്റിംഗ് ലാർജ് വോളിയൂംസ് ഓഫ് ബ്ലഡ്. അപ്പൊ നമ്മുടെ ബ്ലഡ് വോളിയം കൂടിയിരിക്കുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും? ഈ ലാർജ് വെയിൻസിൽ ബ്ലഡിനെ അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. ഓക്കെ, these large veins it act as blood reservoirs by accommodating large volumes of blood. Okay, when the blood volume is increased, blood volume കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാർജ് വെയിൻസിൽ ബ്ലഡിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് ഈ ബ്ലഡിനെ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, so that is the venous tone. Next we can see the respiratory pump. അടുത്ത പ്രോപ്പർട്ടി ആണ്, അടുത്ത ഫാക്ടർ ആണ് respiratory pump. That is the negative intrathoracic pressure during inspiration. It exerts a sucking effect. Okay, sucking effect on the great veins, leading to increase in the venous return. Okay, അപ്പോൾ അടുത്താണ് നമ്മുടെ റെസ്പിറേറ്ററി പമ്പ്. റെസ്പിറേറ്ററി പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻസ്പിരേഷൻ. നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തില് നമ്മളൊക്കെ മെയിൻലി രണ്ട് സംഭവങ്ങളാണുള്ളത്. ഏതൊക്കെയാ? ഇൻസ്പിരേഷനും എക്സ്പിരേഷനും. ഓക്കെ, ഇൻസ്പിരേഷൻ മീൻസ് വാട്ട്? നമ്മുടെ എയർ നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ ഇൻസ്പിരേഷൻ എന്നും പുറത്തേക്ക് എക്സ്ഹേൽ ചെയ്യുന്നതിനാണ് എക്സ്പിരേഷൻ എന്നും പറയുന്നത്. അപ്പോൾ ഇൻസ്പിരേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? എയർ നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ ലങ്സിനകത്തുള്ള സ്പേസ് കൂടണം അല്ലേ? സ്പേസ് കൂടിയാൽ മാത്രമല്ല എയറിന് ലങ്സിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യും? തൊറാസിക് ക്യാവിറ്റി എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ഇതാണ് നമ്മുടെ എയർ ഏതിലൂടെയാണ്? നമ്മുടെ നോസ്ട്രിൽസിലൂടെ എൻ്റർ ചെയ്യും. പിന്നെ അത് ട്രക്കിയ വഴി നമ്മുടെ ബ്രോങ്കൈ വഴി നമ്മുടെ രണ്ട് ലങ്സിലേക്കും എയർ എൻ്റർ ചെയ്യും. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്ങിലേക്ക് എയർ എൻ്റർ ചെയ്യും. അപ്പൊ എയർ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തൊറാസിക് ഏരിയ എക്സ്പാൻഡ് ചെയ്യണം. നമ്മുടെ തൊറാക്സിക് റീജിയൻ അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റി എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്താൽ മാത്രമാണ് എയറിന് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കുന്നത്? അപ്പൊ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ റിബ്സിന്റെ ഇടയിൽ മസിൽസുകൾ ഉണ്ട്. അതിനെയാണ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞത്. ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിബ്സിനെ അല്ലെങ്കിൽ റിബ് കേജിനെ
പുറത്തേക്ക് പുള്ളി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡയഫ്രം. ദിസ് ഇസ് ദ ഡയഫ്രം. ഇതാണ് നമ്മുടെ ഡയഫ്രത്തിന്റെ പിക്ചർ. ഓക്കെ, ഡയഫ്രം. ഈ ഡയഫ്രത്തിന്റെ നോർമൽ ഷേപ്പ് എങ്ങനെയാണ്? ഡോം ഷേപ്ഡ് ആണ് അല്ലെ? ഇവിടെ നോക്കിക്കേ, ഡോം ഷേപ്ഡ് ആണ്. ഓക്കെ, ഡയഫ്രം എങ്ങനെ ഇരിക്കുന്നത്? ഡോം ഷേപ്ഡ് ഡയഫ്രം. ഇങ്ങനെ ഡോം ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഈ ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഡയഫ്രം ഇൻസ്പിരേഷന്റെ സമയത്ത് എന്ത് ചെയ്യും? ഈ ഡയഫ്രം ഫ്ലാറ്റ് ഷേപ്പിലേക്ക് മാറും. എന്ന് വെച്ചാൽ ഈ ഡോം ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയഫ്രം താഴത്തേക്ക് പുള്ളി ചെയ്ത് ഡയഫ്രം ഫ്ലാറ്റ് ഷേപ്പ് ആവും. ഫ്ലാറ്റ് ഷേപ്പ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള തൊറാസിക് ക്യാവിറ്റി എന്ന് വെച്ചാൽ ചെസ്റ്റിന്റെ അവിടെയുള്ള സ്പേസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിനെയാണ് നെഗറ്റീവ് ഇൻട്രാ തൊറാസിക് പ്രഷർ എന്ന് പറഞ്ഞത്. ഈ നമ്മുടെ ചെസ്റ്റിന്റെ, നമ്മുടെ തൊറാക്സിന്റെ അകത്ത് ഉണ്ടാവുന്ന പ്രഷറിനെയാണ്, ഇൻസ്പിറേഷന്റെ സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിനെയാണ് നെഗറ്റീവ് ഇൻട്രാ തൊറാസിക് പ്രഷർ. That is the negative intrathoracic pressure during inspiration. It exerts a sucking effect on the great veins. എങ്ങനെയാ സക്കിംഗ് എഫക്റ്റ് ഉണ്ടാക്കണേ? നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഡയഫ്രം. ഈ ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്ത് അതിനെ തുളച്ചുകൊണ്ട് എന്തൊക്കെ കടന്നു പോകുന്നുണ്ട്? ഇൻഫീരിയർ വീന കേവ് കടന്നു പോകുന്നുണ്ട്, പിന്നെ അയോർട്ട ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്. ഈ 3 സംഭവങ്ങളും നമ്മുടെ ഈ ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്ത് കടന്നു പോകുന്ന വെസൽസുകളാണ്. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഈ ഇൻഫീരിയർ വീനക്കാവ, ഈ നമ്മുടെ ഇൻസ്പിരേഷന്റെ സമയത്ത് നമ്മുടെ ഡയഫ്രം താഴത്തേക്ക് ഇങ്ങനെ പുള്ളി ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? എന്നാലാണ് താഴത്തേക്ക് പുള്ളി ചെയ്താലാണ് ഈ ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഡയഫ്രം ഫ്ലാറ്റ് ഷേപ്പിലേക്ക് വരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഈ പിക്ചറിൽ എങ്ങനെ ഇരിക്കുന്നത്? ഡോം ഷേപ്ഡ് ആയിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ഈ ഡോം ഷേപ്ഡ് ആയിട്ടുള്ള സംഭവം ഈ ഫ്ലാറ്റ് ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഡയഫ്രം എന്ത് ചെയ്യും? താഴത്തേക്ക് പുള്ളി. ഓക്കെ, താഴത്തേക്ക് പുള്ളി ചെയ്താൽ മാത്രമേ ഇതിങ്ങനെ ഫ്ലാറ്റ് ഷേപ്പിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെ താഴത്തേക്ക് പുള്ളി ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിലൂടെ എന്ന് വെച്ചാൽ ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. ആ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിലൂടെ പോകുന്ന ഈ ഇൻഫീരിയർ വീനക്കാവും ഇതിന്റെ ഇടയിൽ സ്ക്യൂസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് എക്സേർട്സ് എ സക്കിംഗ് എഫക്ട്. അപ്പൊ സ്ക്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ബ്ലഡ് മുന്നോട്ട് പ്രൊപ്പൽ ചെയ്ത് പോകും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മള് ടൂത്ത് പേസ്റ്റ്, അപ്പോൾ രാവിലെ നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ടൂത്ത് പേസ്റ്റിനെ പ്രസ് ചെയ്യും അല്ലെ? പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് പേസ്റ്റ് പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ഇത് സ്ക്യൂസ് ചെയ്യുമ്പോഴാണ്, ബ്ലഡ് വെസൽസ് സ്ക്യൂസ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് പുറത്തേക്ക് മീൻസ് മുന്നോട്ട് പ്രൊപ്പൽ ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രൊപ്പൽ ചെയ്യുമ്പോൾ നമ്മുടെ വീനസ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യും. So that is a respiratory pump. That is negative intrathoracic pressure during inspiration. It exerts a sucking effect on the great veins. Great vein ഉദ്ദേശിക്കുന്ന ഇവിടെ inferior vena cava ആണ്, leading to increase in the venous return. Okay. Next factor is posture. Okay. Next factor is the posture and gravity. That is, venous return is decreased in standing posture due to the pooling of blood in the lower extremities, and venous return is maximum in the lying down posture. Okay. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് പോസ്റ്ററിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രാവിറ്റി മൂലം ഈ ബ്ലഡ് ഒക്കെ എന്തായിരിക്കും? നമ്മുടെ കാലില്, നമ്മുടെ ഇവിടെ ലെഗ്സില്, നമ്മുടെ ലോവർ എക്സ്ട്രീമിറ്റീസിൽ പൂൾ ചെയ്ത് കിടക്കാന്ന് വെച്ചാൽ അവിടെ കെട്ടിക്കിടക്കും. ഓക്കെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നമ്മൾ കുറെ നേരം നമ്മൾ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യാന്ന് വെക്കും. സ്റ്റാൻഡിങ് പോസ്റ്ററിൽ കുറെ നേരം നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സിറ്റിംഗ് പോസ്റ്ററിൽ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കാലില് നീര് വരുന്ന കണ്ടിട്ടുണ്ടോ? നീര് വരാനുള്ള കാരണം എന്താ? ഈ ബ്ലഡ് അവിടെ പൂൾ ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് നീര് വരുന്നത്, എഡിമ ഉണ്ടാവണേ. ഓക്കെ, that is venous return decrease ചെയ്യുന്നുണ്ട്. Okay, so standing posture in standing posture, this venous return is decreased due to the pooling of blood in the lower extremities. കാരണം ഗ്രാവിറ്റി മൂലം, ഗ്രാവിറ്റി എന്താ? താഴത്തേക്കല്ലേ പുള്ളി ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രാവിറ്റിനെ എഗെയിൻസ്റ്റ് ചെയ്ത് വേണം ഈ ബ്ലഡിന് മുകളിലേക്ക് ഒഴുകാനായിട്ട്. അപ്പൊ കൂടുതൽ നേരം നമ്മൾ സ്റ്റാൻഡിങ് പോസ്റ്ററിൽ നിൽക്കുമ്പോൾ ഗ്രാവിറ്റിയുടെ മൂലം ബ്ലഡ് എക്സ്ട്രീമിറ്റീസ്, നമ്മുടെ ലോവർ എക്സ്ട്രീമിറ്റീസിൽ പൂൾ ചെയ്ത് കിടക്കും. ഓക്കെ, ആൻഡ് ദിസ് വീനസ് റിട്ടേൺ ഇറ്റ് ഈസ് മാക്സിമം ഇൻ ദ ലൈങ് ഡൗൺ പോസ്റ്റർ. അപ്പൊ വീനസ് റിട്ടേൺ
ഏറ്റവും കൂടുതൽ ഏത് പോസ്റ്റിലാണ്? ലൈൻ ഡൗൺ പോസ്റ്റിൽ. ലൈൻ ഡൗൺ പോസ്റ്റിൽ വരുമ്പോൾ വീനസ് റിട്ടേൺ കൂടുതലായിരിക്കും. സ്റ്റാൻഡിങ് പോസ്റ്ററിൽ വീനസ് റിട്ടേൺ കുറവാണ്. ഓക്കെ, അപ്പൊ വീനസ് റിട്ടേൺ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ടും കുറയും. നെക്സ്റ്റ് ഈസ് ബ്ലഡ് വോളിയം. ഓക്കെ, സോ വെൻ ദർ ഈസ് ഡിക്രീസ് ഇൻ ദ ബ്ലഡ് വോളിയം, ഇറ്റ് ഡിക്രീസസ് ദ വീനസ് റിട്ടേൺ. നമ്മുടെ ബ്ലഡ് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വീനസ് റിട്ടേണും കുറയും. ആൻഡ് ദസ് ഡിക്രീസസ് ദ കാർഡിയക് ഔട്ട്പുട്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് വോളിയം ഏത് കണ്ടീഷനിലാണ് കുറയണേ? നമ്മളെ ബ്ലഡ് വോളിയം കുറയുന്നത്, ഫോർ എക്സാമ്പിൾ വോമിറ്റിംഗ്, ഡയറിയ, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും അല്ലെ? നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് കുറയും. വാട്ടർ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വീനസ് റിട്ടേൺ കുറയും. അങ്ങനെ വീനസ് റിട്ടേൺ കുറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയക് ഔട്ട്പുട്ടും കുറയും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ വീനസ് റിട്ടേൺ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്കെലിറ്റൽ മസിൽ പമ്പ്, then venous tone, respiratory pump, posture and gravity, blood volume. Okay, ഇതൊക്കെയാണ് വീനസ് റിട്ടേൺ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ. നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ വെൻട്രിക്കുലർ ഫില്ലിംഗ്. അപ്പോൾ നമുക്കറിയാം എൻ ഡയസ്റ്റോളിക് വോളിയത്തിനെ അഫക്ട് ചെയ്യുന്ന മെയിൻ 2 ഫാക്ടേഴ്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാ? വീനസ് റിട്ടേണും വെൻട്രിക്കുലർ ഫില്ലിംഗും. അതിനകത്ത് വീനസ് റിട്ടേൺ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ നമ്മളിപ്പോൾ പഠിച്ചു. നെക്സ്റ്റ് വി ക്യാൻ ലേൺ ദ വെൻട്രിക്കുലർ ഫില്ലിംഗ്. ഓക്കെ, വെൻട്രിക്കുലർ ഫില്ലിംഗിൽ വരുന്ന ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഫാക്ടർ ഇസ് ഏട്രിയൽ കൺട്രാക്ഷൻ. ഓക്കെ, സോ നിയർലി 70% ഓഫ് വെൻട്രിക്കുലർ ഫില്ലിംഗ് ഇറ്റ് ഒക്കേഴ്സ് പാസീവ്ലി. 70% ബ്ലഡ് നമ്മുടെ വെൻട്രിക്കിൾസിൽ ഫില്ല് ചെയ്യുന്നത്. നമുക്കറിയാം ഏട്രിയത്തിലുള്ള ബ്ലഡ് 70% നമ്മുടെ വെൻട്രിക്കിൾ ഫില്ല് ചെയ്യുന്നത് പാസീവ്ലി ആണ്. പാസീവ്ലി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്ത്. നമുക്കറിയാം ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ്. ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ വെൻട്രിക്കിളിനകത്ത് ബ്ലഡ് ഒന്നുമില്ല അല്ലെ? വെൻട്രിക്കിൾ കാലിയായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെൻട്രിക്കിളിനകത്തുള്ള പ്രഷർ കുറവാണ്, ഏട്രിയത്തിനകത്തുള്ള പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ 70% ബ്ലഡും ഈ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫ്ലോ ചെയ്യും. ബാക്കിയുള്ള റെസ്റ്റ് 30% ബ്ലഡ് ഈസ് passed by the or transmitted by atrial contraction. ബാക്കിയത്തെ ഉള്ള 30% ബ്ലഡ് ആണ് നമ്മൾ ഏട്രിയൽ സിസ്റ്റോൾ വഴി വെൻട്രിക്കിളിലേക്ക് എത്തുന്നത്. So that is the first factor. Next we can see the intrapericardial pressure. Okay, intrapericardial pressure എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ that is when there is increase in the pericardial fluid. Okay, so when there is increase in the pericardial fluid, this pericardial pressure increases. Okay, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്ത് പെരികാർഡിയം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഹാർട്ടിന്റെ അനാറ്റമി നമ്മൾ പറഞ്ഞതാണ് അല്ലെ? നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്ത് ഒരു ലെയർ ഉണ്ട്, അതിനെയാണ് പെരികാർഡിയം എന്ന് പറഞ്ഞത്. ഈ പെരികാർഡിയം 2 ടൈപ്പ് ഉണ്ട്. വിസറൽ പെരികാർഡിയം ഉണ്ട്, പരീറ്റൽ പെരികാർഡിയം ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഈ പെരികാർഡിയത്തിന്റെ ഇടയിലായിട്ട് എന്താ ഉള്ളത്? ഈ വിസറൽ പെരികാർഡിയത്തിന്റെ പരീറ്റൽ പെരികാർഡിയത്തിന്റെ ഇടയിലായിട്ട് ഫ്ലൂയിഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ അവിടെയുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻക്രീസ് ഇൻ ദ പെരികാർഡിയൽ പ്രഷർ. അപ്പോൾ ഈ പെരികാർഡിയൽ പ്രഷർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ദർ ഈസ് പെരികാർഡിയൽ എഫ്യൂഷൻ. ഓക്കെ, പെരികാർഡിയൽ എഫ്യൂഷൻ വരുന്ന കണ്ടീഷനിൽ എന്നുവെച്ചാൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെരികാർഡിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ പെരികാർഡൈറ്റിസ്, ദാറ്റ് ഈസ് പെരികാർഡിയത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുമ്പോഴും പെരികാർഡിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോ ഇങ്ങനെ പെരികാർഡിയൽ പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? there is limit to the extent of distension of the chambers of the heart. അപ്പോൾ നമ്മുടെ മസിൽസിന്, നമ്മുടെ വെൻട്രിക്കുലർ മസിൽസിന് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, there is a limit to the extent of distension of the chambers of the heart. ഹാർട്ടിന്റെ ചേമ്പേഴ്സിന് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ടിനെ കവർ ചെയ്തിട്ടുള്ള കവറിങ്സ്, ദാറ്റ് ഈസ് പെരികാർഡിയം. പെരികാർഡിയത്തിന്റെ അകത്തുള്ള ഫ്ലൂയിഡാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. അവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ ഹാർട്ടിന് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹാർട്ടിന്റെ ചേമ്പേഴ്സിന് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ബ്ലഡ് വന്ന് നിറയുന്നത്. ആ ചേമ്പേഴ്സിൽ ബ്ലഡ് വന്ന് നിറയുന്നത് റിലാക്സ് ചെയ്യുന്ന സമയത്താണ്.
ഓക്കെ, അപ്പൊ നമ്മുടെ വെൻട്രിക്കിൾസിന് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെൻട്രിക്കിൾസിൽ വന്ന് നിറയുന്ന ബ്ലഡിന്റെ അളവ് കുറയും. കാരണം സ്പേസ് ഉണ്ടായാലല്ലേ ബ്ലഡിന് വന്ന് നിറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് അതിന് റിലാക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെൻട്രിക്കിളിൽ നിറയുന്നതും കുറയും. ഓക്കെ, വെൻട്രിക്കിളിന് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റാത്ത മൂലം വെൻട്രിക്കിളിൽ എത്തുന്ന ബ്ലഡിന്റെ അളവ് കുറയും. ദിസ് ലീഡ് ടു റെഡ്യൂസ്ഡ് ഫില്ലിംഗ് ആൻഡ് ഡിക്രീസ് ഇൻ ദ എൻ ഡയസ്റ്റോളിക് വോളിയം. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഫില്ലിംഗ്, ദർ വിൽ ബി റെഡ്യൂസ്ഡ് ഫില്ലിംഗ്, നമ്മുടെ വെൻട്രിക്കിൾസ് നിറയുന്നത് കുറയും. അതുപോലെ തന്നെ നമ്മുടെ എൻ ഡയസ്റ്റോളിക് വോളിയം കുറയും. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സീ ദ ബ്ലഡ് വോളിയം. ദാറ്റ് ഈസ് when the blood volume is decreased, ventricular filling will be reduced. അപ്പൊ നമ്മുടെ ബ്ലഡ് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു എപ്പോഴാണ് ബ്ലഡ് വോളിയം കുറയുന്നത്. നമ്മുടെ ഡയറിയ, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും അല്ലെ? നമ്മുടെ ഈ ഫ്ലൂയിഡ് ലോസ് വരുമ്പോൾ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും. അങ്ങനെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ ബ്ലഡ് വോളിയം കുറയും. അങ്ങനെ ബ്ലഡ് വോളിയം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വെൻട്രിക്കുലർ ഫില്ലിങ്ങും കുറയും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബ്ലഡിന്റെ അകത്ത് ബ്ലഡിലുള്ള മെയിൻ കമ്പണൻസുകളാണ് ബ്ലഡ് സെൽസും പ്ലാസ്മയും. ഓക്കെ, 45% ബ്ലഡ് സെൽസ്, 55% പ്ലാസ്മ. അതിനകത്ത് ഈ പ്ലാസ്മയെ തന്നെ 90% വാട്ടറും 10% ആണ് സോളിഡ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 90% പ്ലാസ്മയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബ്ലഡ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മയുടെ അല്ലെങ്കിൽ ബ്ലഡ് വോളിയത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വെൻട്രിക്കുലർ ഫില്ലിങ്ങും കുറയും, എന്ന് വെച്ചാൽ വോളിയം കുറയും. ഓക്കെ, when the blood volume is decreased, ventricular filling will be reduced due to decrease in the venous return. അപ്പോൾ നമ്മുടെ venous return കുറവായിരിക്കും, അങ്ങനെ നമ്മുടെ വെൻട്രിക്കുലർ ഫില്ലിങ്ങും കുറവായിരിക്കും. ഓക്കെ, ബ്ലഡ് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ when there is decrease in the blood volume, ventricular filling will be reduced due to decrease in the venous return. Okay, this leads to decrease in the stroke volume. അപ്പോൾ നമ്മുടെ stroke volume എന്ത് സംഭവിക്കും? stroke volume കുറയും. Okay, so that is the blood volume. And next factor is aortic impedance. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ സ്ട്രോക്ക് വോളിയത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളെല്ലാം പറഞ്ഞു. അതിനകത്ത് സ്ട്രോക്ക് വോളിയത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന എൻ ഡയസ്റ്റോളിക് വോളിയത്തിന്റെ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് പ്രീ ലോഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകളെല്ലാം പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് അയോട്ടിക് ഇംപിഡൻസ്. ഓക്കെ, ഹെറ്ററോമെട്രിക് റെഗുലേഷനിൽ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സുകളാണ് ഉള്ളത്, ദാറ്റ് ഈസ് എൻ ഡയസ്റ്റോളിക് വോളിയം, അയോട്ടിക് ഇംപിഡൻസ്. അതിനകത്ത് എൻ ഡയസ്റ്റോളിക് വോളിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ അയോട്ടിക് ഇംപിഡൻസ്. ഓക്കെ, സോ അയോട്ടിക് ഇംപിഡൻസ്. അയോട്ടിക് ഇംപിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് the aortic resistance offered to the outflow of blood when the ventricle contract. Okay, നമ്മുടെ ഈ അയോട്ട നമുക്കറിയാം, വെൻട്രിക്കിൾസ്, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അയോട്ടയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ അയോട്ടയിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ അയോട്ടിക് ഇംപിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അയോട്ടയുടെ റെസിസ്റ്റൻസ് കൂടി എന്താ സംഭവിക്കുന്നത്? വെൻട്രിക്കലിന് പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് അയോട്ടയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ the aortic resistance offered to the outflow of blood when the ventricle contract is called the aortic impedance, and this is the afterload. ഇതിനെയാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. നമ്മുടെ എൻ ഡയസ്റ്റോളിക് വോളിയാണ് പ്രീലോഡ് ആൻഡ് അയോട്ടിക് ഇംപിഡൻസ് ദാറ്റ് ഇസ് ദ ആഫ്റ്റർ ലോഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് അയോട്ടയിലേക്ക് എത്തിക്കുന്നത്, അതിനെയാണ് നമ്മൾ ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഫോഴ്സ് അഗെയിൻസ്റ്റ് വിച്ച് വെൻട്രിക്കിൾ മസ്റ്റ് കൺട്രാക്ട്. അപ്പോൾ ഈ അയോട്ടയുടെ ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്ത് വേണം വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യാൻ. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയോട്ടയുടെ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വെൻട്രിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടണം, എങ്കിൽ മാത്രമാണ് വെൻട്രിക്കിളിലെ ബ്ലഡ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ബ്ലഡ് അയോട്ടയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ഇസ് എ ഫോഴ്സ് അഗെയിൻസ്റ്റ് വിച്ച് വെൻട്രിക്കിൾ മസ്റ്റ് കൺട്രാക്ട്. ഓക്കെ, that is ventricle has to pump against this resistance.
And if the resistance is high, resistance കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? The force of contraction should be increased to overcome the resistance. Okay, resistance കൂടിക്കഴിഞ്ഞാൽ force of contraction കൂട്ടണം എങ്കിൽ മാത്രം ഈ അയോട്ടയുടെ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വെൻട്രിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അയോട്ടിക് ഇംപിഡൻസ്. So that is about heterometric regulation. അപ്പോൾ നമ്മൾ heterometric regulation പഠിച്ചു. Next we are moving on to the homometric regulation of stroke volume. Homometric regulation. Homometric regulation വരുന്ന main factors ആണ് neural factors and chemical factors. And the neural factors വരുന്നതാണ് നമുക്കറിയാം. Neural factors എന്താ? That is related to neurons. That is sympathetic stimulation and parasympathetic stimulation. Okay. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ദാറ്റ് ഈസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. അതിനകത്ത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ദാറ്റ് വിൽ ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടും. ഓക്കെ, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ വെൻട്രിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കാർഡിയക് ഔട്ട്പുട്ട് കൂടും അല്ലെ? ഫോഴ്സിന് കൺട്രാക്ട് ചെയ്ത പമ്പിങ് കൂടും. Next, parasympathetic stimulation. That is parasympathetic nerves എന്താ ചെയ്യുന്നത്? It decreases the force of contraction. Force of contraction കുറയ്ക്കും. Parasympathetic nervous system force of contraction കുറയ്ക്കുന്ന factor ആണ്. Okay. Next we can see the chemical factors. That is regulating the stroke volume. In that first one is hypercapnia. Hypercapnia എന്ന് വെച്ചാൽ എന്താ? കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ നോട്ട് കാർഡിയക് ഔട്ട്പുട്ട്, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ ക്യാപ്നിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, വെൻ ദർ ഈസ് ഇൻക്രീസ് ഇൻ ദ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ്, ദാറ്റ് ഈസ് കോൾഡ് ദ ഹൈപ്പർ ക്യാപ്നിയ. ഓക്കെ, ദെൻ ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഓക്സിജൻ ലെവൽ ഇൻ ടിഷ്യൂസിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനെയാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് അസിഡോസിസ്. ഓക്കെ, നമ്മുടെ ഹൈഡ്രജൻ അയണിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡില് H+ അയണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനെയാണ് അസിഡോസിസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഹൈപ്പർകാപ്നിയ ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ കാർബൺ ഡയോക്സൈഡ് ലെവൽ, then hypoxia that is decrease in the oxygen level in tissues, and acidosis. This will produce negative inotropic effect. Okay, and decreases the force of contraction. ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയ്ക്കും. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, അതുപോലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ അസിഡോസിസ് ഹൈഡ്രജൻ അയൺസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയും. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയക് ഔട്ട്പുട്ട് കുറയും. ഓക്കെ, നെക്സ്റ്റ് കാറ്റക്കോളാമൈൻസ്. കാറ്റക്കോളാമൈൻസിൽ വരുന്നതാണ് ഏതൊക്കെയാ? ഹോർമോൺസുകൾ. ഏതൊക്കെയാ ഹോർമോൺസ് ആണ്? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഓക്കെ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ദീസ് കാറ്റക്കോളാമൈൻസ് ഇറ്റ് എക്സേർട്സ് പോസിറ്റീവ് ഐനോട്രോപിക് എഫക്ട്. ഇതൊരു പോസിറ്റീവ് ഐനോട്രോപിക് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താ? അത് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടും, കാർഡിയക് ഔട്ട്പുട്ടും കൂട്ടും. Thereby it increases the myocardial contractility. Okay, myocardial contractility കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ട് കൂടും. എന്ന് വെച്ചാൽ മയോകാർഡിയത്തിന്റെ കൺട്രാക്ടിലിറ്റി കൺട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കാർഡിയക് ഔട്ട്പുട്ട് കൂടും. Okay, so these catecholamines it exerts positive inotropic effect. That is, it increases the force of contraction, increases the myocardial contractility, and thereby increases the cardiac output. Okay, next we can see the drugs like digitalis. Okay, ഇത് ഒരു കാർഡിയക് കണ്ടീഷൻസിൽ, ഡിസീസ് കണ്ടീഷൻസിൽ, ഹാർട്ട് ഡിസീസിനൊക്കെ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് ഡിജിറ്റാലിസ്. ദിസ് ഡിജിറ്റാലിസ് ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ദിസ് ഡ്രഗ് ഓർ ഡിജിറ്റാലിസ് ഇറ്റ് ഇൻക്രീസസ് ദ കാർഡിയക് കൺട്രാക്ടിലിറ്റി. ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന മെഡിസിൻ ആണ് ഡിജിറ്റാലിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ വെൻട്രിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടും. അങ്ങനെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി കൂടും, ഫോഴ്സ് ഓഫ് കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസസ് ദ മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. മയോകാർഡിയത്തിന്റെ കൺട്രാക്ടിലിറ്റി കൂട്ടും. കൺട്രാക്ടിലിറ്റി കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ
ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടും, കാർഡിയക് ഔട്ട്പുട്ട് കൂടും. ഓക്കെ, നെക്സ്റ്റ് കഫീൻ. കഫീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫിയിൽ ഉള്ള കണ്ടന്റ് ആണ് കഫീൻ. ഓക്കെ, അതുപോലെ തിയോഫിലിൻ അത് നമ്മുടെ അതൊരു സ്റ്റിമുലന്റ് ആണ്. ഈ കഫീനും തിയോഫിലിന്റെ ഒക്കെ സ്റ്റിമുലൻസ് ആണ്. ഇത് ചായയിൽ കാണാൻ പറ്റും തിയോഫിലിൻ. അതുപോലെ നമ്മുടെ ചുമയ്ക്ക് കൊടുക്കുന്ന മെഡിസിൻസിലൊക്കെ കഫ് സിറപ്പിലൊക്കെ ഈ തിയോഫിലിൻ കാണാൻ പറ്റും. അപ്പോൾ ഈ കഫീനും തിയോഫിലിനൊക്കെ എന്താ ചെയ്യുന്നത്? ദിസ് വിൽ ഇൻക്രീസസ് ദ കാർഡിയക് ഔട്ട്പുട്ട്. ഇത് നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. So these are the factors that is affecting the cardiac output. Okay. So far we have finished the cardiac output. നമ്മൾ ഫാക്ടേഴ്സ് എല്ലാം കണ്ടു അല്ലേ? So the main factors: stroke volume, heart rate, and the stroke volume it is regulated by two mechanisms, that is heterometric regulation and homometric regulation. Next, we can move on to the new topic, that is blood pressure. Okay, that we can take on the next class. I hope you have finished. You have understood all the topics which I have covered, and if you have any doubts, you can test me and I will try to clear your doubts. Okay, thanks for listening to my class. Have a nice day.